ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയായ അച്ചാരി ചിക്കനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 2 സവാള, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി, 1 ടേബിൾ സ്പൂണ് ഗാർലിക്കും, ഒരു 5-6 പച്ചമുളക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ടൊമാറ്റോ പേസ്റ്റ് വേണം, അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തൈര്, പിന്നെ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് വറുത്ത് പൊടിക്കുന്നുണ്ട്, ആ പൊടിയാണിത്. അപ്പോൾ ഞാൻ വറുക്കുമ്പോൾ അതിൻ്റെ അളവൊക്കെ പറഞ്ഞു തരാം, എന്തൊക്കെ വറുക്കാൻ ആവശ്യമുള്ളതൊന്ന് പറഞ്ഞു തരാം. അപ്പം അതിനായിട്ട് നമുക്ക് ആ വറുക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ചൂടായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇത് പാനിൽ മാറ്റി കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ പാന് നല്ല ചൂടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെക്കൊണ്ട് വേഗം ഇതൊക്കെ നമുക്ക് വറുത്തെടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ്, അത്ര വേണ്ട, അതിൽ കുറച്ച് മതി, കരിഞ്ജീരകം, കറുത്ത ജീരകം എന്ന് പറയും, കറുത്ത എള്ളില്ലേ, നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യൂലേ, ഇത് അധികം കൂടേണ്ട, 1 ടീസ്പൂൺ അത്ര വേണ്ട, കയ്പ്പ് വരും. അപ്പോൾ ഇത് അധികം ചൂടാവാനും നിൽക്കരുത്, കാരണം വേഗം അത് കരിഞ്ഞു പോകും. ഇനി ബാക്കി ഒരു 2 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകത്തിന് ഈ കറിക്ക് നല്ല ഫ്ലേവറാണ്, അപ്പോൾ 2 ടീസ്പൂൺ വരെ ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പാനിൽ നിന്നിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. ഇത് നമുക്ക് കറിയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ആദ്യം ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. ആ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഈ എണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സ്പൈസി ആയ കറിയാണ്, അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി കുറച്ച് കുറവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും മതി. ഇത് നല്ലോണം എണ്ണക്കിടന്ന് വഴറ്റി കൊടുക്കുക. ഇത് വഴന്നതിന് ശേഷം നമുക്ക് 2 മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് വാടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ നല്ല വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുകയാണ്. കുറച്ച് അത്യാവശ്യം പച്ചമുളകിൻ്റെ ഉണ്ട്, അപ്പോൾ പിരിയൻമുളക് ചേർത്താൽ മതി നിങ്ങൾ. ഇത് ഒരു ചിക്കന് ഞാൻ കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ചിക്കന് വേണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഒരു 600-700 ഗ്രാം ചിക്കൻ വരെ ഈ അളവിൽ യൂസ് ചെയ്യാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഈ വറുത്ത് വെച്ച പൊടിയില്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി കറിൻ്റെ ആകണ ഇടയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളും ചേർത്താൽ നമുക്ക് ആ ഫ്ലേവർ കംപ്ലീറ്റ് കിട്ടില്ല, അപ്പോൾ ലാസ്റ്റും കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കിടന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയത് വെള്ളമൊക്കെ നല്ല ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല, അതിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. ബാക്കി കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഫ്ലേവർ പൊടിച്ച് വെച്ചത് ഫുള്ള് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടൊമാറ്റോ പേസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കുക. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം കറി വേണമെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. കാരണം ഇതൊരു തിക്കായ അധികം സെമി തിക്കായിട്ടുള്ളൊരു കറിയാണ്, അധികം ലൂസായൊരു കറിയല്ല. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ടൊമാറ്റോ പേസ്റ്റ് നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ ഒരു 3 തക്കാളി നമ്മൾ ബോയിൽ ചെയ്തിട്ട് സ്കിന്നൊക്കെ മാറ്റിയിട്ട് അരിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഇപ്പോൾ ചേർത്താലും കുറച്ച് കഴിയുമ്പോൾ കറി നമ്മൾ കുക്ക് ചെയ്തിട്ട് ഓഫാക്കുമ്പോൾ കുറുകി വരും. അപ്പോൾ ഒരു സെമി തിക്കായിട്ടുള്ളൊരു കറിയാണിത്. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ആ മസാലയ്ക്ക് പിടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് 3/4 വേവാകുമ്പോഴാണ് നമ്മൾ ടൊമാറ്റോ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. തൈരൊക്കെ അതിന് മുന്നേ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് മസാലയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഇളക്കി യോജിപ്പിക്കുക നമുക്ക്. ഇതിലോട്ട് മല്ലിയില നല്ലോണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറി നല്ല പാകമായി നമുക്ക് സെർവ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളൊരു പരീക്ഷിച്ച് നോക്കുക. വ്യത്യസ്തമായ ഒരു ഫ്ലേവറുള്ള കറിയാണ്. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.